ഹായ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ 1 രൂപയാണ് കേട്ടോ. 1 റുപ്പി. അതായത് ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഭാഷകളിലായിട്ടാണ് 1 രൂപ എന്ന് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ, ഹിന്ദി ഭാഷയിൽ, ഉറുദു ഭാഷയിലാണ്. അതേപോലെ തന്നെ കീഴെ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, 1947 എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കീഴെ ഒരു ഡോട്ട് കാണാം. അത് ബോംബെ മിൻറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. ആ ഡോട്ട് കാണാവുന്നത്. കൽക്കട്ട മിൻറ്റിലാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചിഹ്നവും കാണാവുന്നതല്ല. അതേപോലെ തന്നെ പിന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ലാഹോറിലാണ്. ഈ 3 സ്ഥലങ്ങളിലാണ് ഇത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിൽ ലാഹോറിൽ ഈ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കോയിനിലാണെങ്കിൽ എൽ എന്നാണ് കാണാവുന്നത്. അപ്പോൾ ഇത് മുംബൈ പ്രിൻ്റ് എഡിക്ഷനാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ബംഗാൾ കടുവയുടെ ചിത്രം കാണാം. അപ്പോൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോർജ് ആറാമൻ്റെ ചിത്രം കാണാവുന്നതാണ്. ഈ ജോർജ് ആറാമൻ്റെ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം കാണാം. അതേപോലെ തന്നെ ജോർജ് ആറാമൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, കിങ് എംബറർ എന്നും എഴുതിയിട്ടുള്ളതായിട്ട് കാണാവുന്നതാണ്. ഈ കോയിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് 50% വെള്ളിയിലും അതേപോലെ തന്നെ 40% ചെമ്പിലും 5% നിക്കലിലും 5% സിങ്കിലുമാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കോയിൻ്റെ നിർമ്മാണം വരുന്നത്. പിന്നെ ഈ കോയിൻ എന്ന് പറയുന്നത് 1947, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കോയിനാണ്. 1947 പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കോയിനാണ്. 1938 തൊട്ട് 1947 വരെയാണ് ഈ കോയിൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.